സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 1 ശമൂവേൽ 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. എന്നാൽ ഏലിയുടെ 2 പുത്രന്മാരും നീചന്മാരായിരുന്നു. കണ്ട, ഏലി പുരോഹിതൻ്റെ 2 മക്കൾ. തിരുവചനം പറയുന്നു, ഒരപ്പൻ്റെ 2 മക്കൾ. അപ്പനൊരു പ്രവാചകനാണ്. ഹല്ലേലൂയ. അടുത്ത ജനറേഷൻ അവരാണ്. അതായത് ഏലി പുരോഹിതൻ്റെ മക്കൾ, അപ്പൻ്റെ പ്രവചനം, പ്രാർത്ഥന, അഭിഷേകം. അടുത്ത ഈ 2 സ്തോത്രം മക്കൾക്കാണ് വരേണ്ടത്. എന്തുകൊണ്ട് വന്നില്ല? അവിടെ കൊണ്ടത് തീർന്നില്ല. അവിടെ ഒരു ശമൂവേൽ വളർന്നു വരുന്നുണ്ട്. സ്തോത്രം. ശമൂവേൽ വളർന്നു. 1 ശമൂവേൽ 8-ാം അധ്യായം തൊട്ട് നിങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ, ശമൂവേൽ പ്രവാചകൻ്റെ 2 മക്കളും അവരും പ്രവചിക്കുന്നുണ്ട്. 2 സ്ഥലങ്ങളിലിരുന്ന്, 2 രാജ്യത്തിലിരുന്ന്. പക്ഷേ പണം. ഈ 2 വിഷയവും, ഈ 2 കുടുംബത്തിൻ്റെ വിഷയവും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത്, 2 പേരെയും വളരെ ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചതാണ്. ആരെയൊക്കെ? ഏലി പുരോഹിതനെയും ശമൂവേലിനെയും. എന്തുകൊണ്ട് ഈ 2 പേരുടെ മക്കൾ ദൈവത്തിൻ്റെ അഭിഷേകത്തിനൊത്തവണ്ണം അവർക്ക് വളരാൻ പറ്റിയില്ല? ഇന്ന് നമ്മൾ പലവരും, പല പാസ്റ്റേഴ്സും സ്തോത്രം മനസ്സിനകത്ത് വിങ്ങുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ മക്കൾ, അത് പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, കർത്താവേ നിനക്ക് വേണ്ടി നിൽക്കാൻ. ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പറയുന്നുണ്ട്, നമ്മുടെ മക്കൾ, അതായത് പാസ്റ്റേഴ്സിൻ്റെ മക്കൾ, ഇത് അവർക്ക് മാത്രമുള്ള ദൂതല്ല. ഞങ്ങളുടെ മക്കൾ സ്തോത്രം സിഗരറ്റ് വലിക്കുന്നില്ല, കഞ്ചാവ് അടിക്കുന്നില്ല, വെള്ളം അടിക്കുന്നില്ല. സത്യം തന്നെയാണ്. പക്ഷെ അവരുടെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്. കഞ്ചാവിനേക്കാളും ബ്രൗൺ ഷുഗറിനേക്കാളും മദ്യത്തെക്കാളും ഏറ്റവും വലിയ ലഹരിയാണ് അവരുടെ കയ്യിലിരിക്കുന്ന വില കൂടിയ മൊബൈൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റേഴ്സ് സമ്മതിച്ചു തരുമോ? കേൾക്കുന്ന വിശ്വാസികൾ സമ്മതിച്ചു തരുമോ? നമ്മുടെ മക്കൾ, അതായത് പാസ്റ്റേഴ്സിൻ്റെ മക്കൾ, അവർ യഥാർത്ഥത്തിൽ തെറ്റിപ്പോകുന്നില്ല. സത്യം തന്നെയാണ്. അവർ വെള്ളം ഓടിക്കുന്നില്ല, അവരാവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും പോയിരിക്കത്തില്ല, ഒക്കെ നല്ല സത്യം തന്നെയാണ്. പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്നൊരു സംഭവമുണ്ട്, മൊബൈൽ ഫോൺ. ഹല്ലേലൂയ. കാരണം ഈ പ്രവാചകൻ്റെ മക്കൾ തൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയോട് ഒപ്പം ഇരിക്കാനും തൻ്റെ അപ്പൻ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാനും അവർ മനസ്സ് വയ്ക്കുന്നില്ല. തിരുവചനം പറയുന്നു, ഏലി പുരോഹിതൻ്റെ മക്കൾ നീചന്മാരുടെക്കാൾ കഷ്ടതയിൽ അമരായിപ്പോയി. അന്നേരം തന്നെ അവിടെ ഒരു സ്തോത്രം പ്രവാചകനെ അയക്കുന്നുണ്ട് കർത്താവ്. നിൻ്റെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇസ്രായേലിൽ നിന്നുള്ള ആ ഒരു വരവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പോലും സ്വന്തം മക്കളെ ഭയപ്പെട്ടതാണ് ഏലി പുരോഹിതൻ്റെ വീഴ്ചയ്ക്ക് കാരണം. ഇന്ന് നമ്മൾ പലവരും നമ്മുടെ മക്കളെ ഉപദേശിക്കുന്നുണ്ട്, അവരത് കേൾക്കുന്നില്ല. നമ്മളപ്പോഴും പറയുന്ന ഒരു പദമാണ്, നമ്മളെ മക്കളെ കേൾക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ള കുട്ടികളെ ഉപദേശിച്ച് വല്ലാണ്ടാകുന്നത്? ഒരിക്കലും നമ്മൾ ആ പദം ഉപയോഗിക്കരുത്. ദൈവം തന്ന കുഞ്ഞുങ്ങളെ നമ്മൾ യുദ്ധം ചെയ്ത് പിടിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അന്യഭാഷയിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പിടിച്ചെടുക്കേണ്ട ഒരു ദൗത്യം നമുക്കുണ്ട്. അല്ലാതെ നമ്മളിങ്ങനെ പറയരുത്, അത് പറഞ്ഞിട്ട് കാര്യമില്ലേ പാസ്റ്റർ, അതൊന്നും വേണ്ട. അബ്രഹാമിൻ്റെ അടുക്ക പറഞ്ഞു, അബ്രഹാമേ നിനക്കൊരു വാഗ്ദത്ത സന്തതിയുണ്ട്. അല്ല, എനിക്ക് ഇന്ന ആളുണ്ടല്ലോ. തമ്പുരാൻ പറഞ്ഞില്ല, വാഗ്ദത്ത സന്തതി ഇസഹാക്കാണ്. കണ്ട, വാഗ്ദത്ത സന്തതി ഇസഹാക്കാണ്. നമ്മൾ മനം മടുത്ത് പറയുന്ന ഓരോ വാക്കുകളും, മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മനം മടുത്ത് പോകുന്ന ഓരോ വാക്കുകളും ഉണ്ട്. പക്ഷെ നീ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് പറ, കർത്താവേ എൻ്റെ മകനെ നീ തിരിച്ചു തന്നേ പറ്റൂ. ഹല്ലേലൂയ. കാരണം മക്കൾ ചോദിക്കുന്നതെല്ലാം അപ്പന്മാർ വാങ്ങിച്ചു കൊടുക്കും. അതൊരു അപ്പനായതുകൊണ്ട്.
ആ അപ്പൻ കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടിയതും ഒന്നും മക്കളെ അറിയിക്കില്ല. ചില അപ്പന്മാരറിയിക്കും, ചില അമ്മമാരതിനെ തടുക്കും. കുഞ്ഞുങ്ങളല്ലേ, അതൊക്കെ മാറും, വിട്ടുകളാ. നോ, അമ്മമാരും അങ്ങനെ പറയരുത്. കാരണം മക്കൾ യഹോവ തന്ന ദാനമാണ്. അത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ എത്ര 100 അല്ലെങ്കിൽ 105 അല്ലെങ്കിൽ 80 വയസ്സ് വരെ നമുക്ക് ജീവിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത തലമുറ അവരാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന് വേണ്ടി സ്തോത്രം നമ്മൾ വിട്ടുകൊടുത്തേ പറ്റൂ നമ്മുടെ തലമുറയെ. ഇപ്പോൾ ഹന്നയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഹന്ന ദൈവത്തിന് കൊടുത്ത തലമുറ. പക്ഷേ ശമൂവേലിൻ്റെ 2 മക്കൾ എന്ത് ചെയ്തു? അവർ പണത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും പ്രവചിച്ചു. ജനം പറഞ്ഞു ഇത് സംഭവം പറ്റൂല. ശമൂവേലെ, നിൻ്റെ മക്കൾ നീ വിചാരിക്കും പോലെ അല്ല. ശമൂവേലിന് ഭയങ്കര പെയിനായി, ഭയങ്കര വേദനയായി. നീ വിചാരിക്കും പോലെയല്ല നിൻ്റെ മക്കൾ, നീ പറയുന്നത് പോലെയല്ല ന്യായം അവർ പറയുന്നില്ല. അവർ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ന്യായം നടത്തുന്നു. അങ്ങനെ എല്ലാവരും വന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അങ്ങനെയാണ് ശൗലിൻ്റെ എൻട്രി അവിടെ വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ശമൂവേലിനറിയാം എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. കാരണം ഇതുപോലൊരു പ്രവാചകൻ ഇനിയുണ്ടോ? ഈ ഏലി പുരോഹിതൻ്റെ മക്കൾ ആ സ്തോത്രം സഭയ്ക്കകത്ത് കത്തിക്കൊണ്ട് നിൽക്കുന്ന വിളക്കിനെ ഊതി അണച്ചിട്ടാണ് ആ ചർച്ചിലെ ജോലിക്കാരിയായ പെമ്പിള്ളരാട്ട് സ്ത്രീകളാട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത്. വെളിച്ചം അവർ ഊതി അണക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മളുടെ ഉള്ളിനകത്തൊരു വെളിച്ചമുണ്ട്, അതാണ് പരിശുദ്ധാത്മാവ്. അതിനെ ദുഃഖിപ്പിക്കത്തക്ക നിലവാരത്തിൽ നമ്മുടെ മക്കളുകൾ മുമ്പിലോട്ട് നടക്കുന്നെങ്കിൽ അത് തട്ടിവിലക്കേണ്ട കടമ ഒരു പാസ്റ്റർ എന്ന ഒരപ്പനെന്ന വ്യക്തിക്ക് അതുണ്ട്. കാരണം ദൈവം നിനക്ക് ചുമ്മയല്ല കുഞ്ഞുങ്ങളെ തന്നെ. തലമുറയെ ദൈവം തന്നതിനൊരർത്ഥമുണ്ട്. നിന്നിൽ കൂടി ചെയ്തെടുക്കാൻ പറ്റാത്തതിനെ നിൻ്റെ മക്കളിൽ കൂടി ചെയ്തെടുക്കും. പക്ഷേ ഇവിടെ നീ ശ്രദ്ധിച്ചു നോക്ക്, നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്ക്. ആ മക്കൾ അപ്പൻ്റെ വഴിയിൽ നടക്കുന്നില്ല, അപ്പൻ്റെ വഴിയിൽ പോകുന്നില്ല. എന്ത് കാരണം? എനിക്കൊരു മോളുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു വിഷയം അതാണ്. ദൈവമേ, എൻ്റെ തലമുറ നീതാണ് തന്നത്, നീ തന്നെ കാത്ത് പരിപാലിക്കണം. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടി? ഞാൻ ചിലപ്പോൾ 100 വയസ്സോ അല്ലെങ്കിൽ 80 വയസ്സോ ജീവിച്ചിട്ട് ഞാൻ അങ്ങ് പോകും. അടുത്ത അവരാണ്. സ്തോത്രം. ഇന്നയാളുടെ മോള് നല്ല ശുശ്രൂഷ ചെയ്യുന്നു, ഇന്നയാളുടെ മോൻ നല്ല ശുശ്രൂഷ ചെയ്യുന്നു, അപ്പനേക്കാളും മിടുക്കൻ, അപ്പനേക്കാളും മിടുക്കി എന്ന് പറയണം അവർ. അതിൻ്റെ മഹത്വം ദൈവത്തിന് പോകും. സാത്താൻ കുടുംബങ്ങൾക്ക് പ്രശ്നങ്ങൾ കൊണ്ടിടും, അത് അവൻ്റെ ജോലിയാണ്. അതുകൊണ്ടാണ് എഫെസ്യർ 6-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ ആത്മാവിൽ പ്രാർത്ഥിക്കേ. കണ്ട, നമ്മുടെ മക്കളെ പരിശുദ്ധാത്മാവിനാൽ നിറയാനായിട്ട് പഠിപ്പിക്കണം. നമ്മുടെ മക്കളോട് നമ്മളോടൊപ്പം ഇരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പ്രാർത്ഥന എന്തെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറയുന്നത് ജഡത്തിൽ നമുക്ക് പോരാട്ടം ഉണ്ടെന്നാണ്. ജഡത്തിൽ പോരാട്ടം ഉണ്ട്, പക്ഷെ നീ ആത്മാവിൽ സഞ്ചരിച്ചാൽ ജഡത്തിൻ്റെ പോരാട്ടത്തെ ഓട്ടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ, ഹല്ലേലൂയ, അവർക്ക് കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. അവർ 24 hours മൊബൈൽ ഫോണിലാണ്. കാരണം പല പ്രയറുകൾ, പല മെസ്സേജുകളൊക്കെ നമുക്കിതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഈസിയായിട്ടൊരു പ്രസംഗം തയ്യാറാക്കാൻ പറ്റും. അതല്ല ദൈവം ആഗ്രഹിച്ചത്. ഏലി പുരോഹിതൻ്റെ 2 മക്കളെയും ദൈവം വിളിച്ചത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയായിരുന്നു, അടുത്ത തലമുറയ്ക്ക് പ്രവചിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അവരെ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കണ്ടപ്പോൾ, ഫുഡ് കണ്ടപ്പോൾ അവരുടെ മൈൻഡ് തെറ്റി. എൻ്റെ ചോദ്യം, ശമൂവേലിൻ്റെ മൈൻഡ് തെറ്റിയില്ലല്ലോ. ശമൂവേൽ അവിടെ ഉണ്ട്, ശമൂവേൽ ആ ചർച്ചിലുണ്ട്. അങ്ങേര് വിളക്കണയുന്നതിന് മുമ്പ് പോയി കിടന്നു, കുഞ്ഞു പ്രായത്തിൽ. അതേ ശമൂവേലിൻ്റെ മക്കളാണ് നമ്മൾ വായിച്ച് മേളിലോട്ട് വരുമ്പോൾ അവർ വളർന്നു. ശമൂവേൽ വയസ്സായി. ആ മക്കൾ അപ്പൻ പ്രവചിച്ചതുപോലെയോ അപ്പൻ സംസാരിക്കുന്നത് പോലെയോ അല്ല അവർ സംസാരിക്കുന്നത്. പക്ഷെ അഭിഷേകമുണ്ട്. സ്തോത്രം. യൂട്യൂബിൽ കിട്ടുന്ന അഭിഷേകമുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ? കോടികളെ പ്രവചിക്കുന്ന അഭിഷേകമുണ്ട്. അഭിഷേകം അതല്ല. കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെ ആഴങ്ങളിലിരുന്ന് വചനം വായിച്ച് പ്രാർത്ഥിച്ച് പ്രസംഗത്തിൽ കൂടി ആഴങ്ങളിലേക്ക് ചെന്നിറങ്ങുന്നതാണ് പ്രസംഗം. അല്ലാതെ ആളുകളിയല്ല പ്രസംഗം. ഫ്ലക്സിൽ വർണ്ണതല്ല പ്രസംഗം.
ഹല്ലേലൂയ. ഇതൊക്കെ സംസാരിക്കുമ്പോൾ വലിയൊരു ഇതായിട്ട് കണ്ടു കളയരുത്. എങ്ങനെ യവൻ മാത്രമേ അങ്ങനെ കണ്ടു കളയരുത് കേട്ടോ. ബൈബിൾ വായിച്ച് പഠിക്കണം, മക്കളോടത് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ട് യഹോവയായ ദൈവം, സ്തോത്രം, ഏലി പുരോഹിതൻ്റെ അടുക്കെ സംസാരിക്കാതെ ഒരു പ്രവാചകൻ്റെ അടുക്കെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. ഒന്ന്, ശമൂവേലിനോട് ജനം വന്ന് സംസാരിക്കുന്നു. ദൈവം ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന രണ്ട് വ്യക്തികൾ. എങ്ങനെ പോയി നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് മക്കളെ ചൊല്ലിയുള്ള ഏറ്റവും കൂടുതൽ മനപ്രയാസത്തിനകത്ത് നിങ്ങൾക്കും വൈരാഗ്യമായി, ഭയങ്കര മുൻദേഷ്യമായി. മക്കളെ കാണുന്നതേ വെറുപ്പായി മാറി, മക്കളെ കാണുന്നതേ ദേഷ്യമായി മാറി. ഇത് സാത്താൻ്റെ തന്ത്രമാണ്. നിങ്ങൾ മക്കൾക്ക് വേണ്ടി കരയേ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി നന്നായി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേ. കാരണം എന്ന് പറയുമ്പോൾ തലമുറയെ ദൈവം ഉപയോഗിച്ചേ പറ്റൂ. ഈ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. രണ്ട് പ്രവാചകന്മാരും നിസ്സാരക്കാരല്ല. അവർ ദേശത്തിന് വേണ്ടി പ്രവചിക്കുന്നവരാണ്. അവരുടെ രണ്ട് മക്കളുടെ ഗതി, ഏലി പുരോഹിതന് രണ്ട്, ശമൂവേലിന് രണ്ട് മക്കളാണ്. രണ്ടുപേരുടെയും ഗതി ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാരെ, നമ്മുടെ മക്കൾക്കൊന്നുമില്ല, ഞങ്ങളുടെ കണ്ണുമുമ്പിലുണ്ടെന്നൊക്കെ പറയും. അവരെങ്ങനെ ചെയ്യുന്നു? രഹസ്യ പാപങ്ങൾ, രഹസ്യ ചിന്തകൾ, രഹസ്യമായി എന്ത് ചെയ്യണം നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പക്ഷെ ദൈവത്തിനത് കാണാം. അതുകൊണ്ടാണ് പ്രവാചകനെ അയച്ച് ഏലി പുരോഹിതൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ മക്കൾ ശരിയല്ല പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കണ്ട, അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരുന്നേ പറ്റൂ. ഇപ്പം നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ ഒത്തിരി തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ കുറേ പറഞ്ഞു. നോ, നിങ്ങളുടെ മക്കളാണ്, നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ള ദേശത്ത് ചെന്ന് നിങ്ങൾ പുക വലിക്കരുത്, വെള്ളം ഒഴിക്കരുത്, കഞ്ചാവ് വലിക്കരുത് എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ. നമ്മുടെ മക്കൾ ഏത് സ്റ്റൈലിൽ നിൽക്കണം നമ്മൾ കണ്ടെത്തുന്നുണ്ടോ? അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ കൊണ്ട് അവരെന്തൊക്കെ കാട്ടിക്കൂട്ടണം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് റോഡിൽ പ്രസംഗിക്കേണ്ടതെന്നോ? പ്രസംഗിക്കണം, പ്രസംഗിക്കേണ്ടെന്നല്ല, പ്രസംഗിക്കണം. പക്ഷെ നമ്മുടെ മക്കൾ നമ്മളുടെ പരിശുദ്ധാത്മാവിൽ കൂടിയാണ് അവരെ നടത്തുക. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്ക്. ശമൂവേലിൻ്റെ രണ്ട് മക്കൾ പ്രവചിക്കുന്നുണ്ട്. എങ്ങനെ പ്രവചിക്കുന്നത്? അവിടെയാണ് നോക്കേണ്ടത്. വിളക്കണഞ്ഞു പോയി ആലയത്തിലെ. എന്തിനു വേണ്ടി? നിന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് വരാതെ, നിന്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് വരാതെ തടുത്ത് വെക്കുന്നത് ആര്? അതാ നേരത്തെ പറഞ്ഞേ, വിളക്കവർ ഊതി അണച്ചു. അഭിഷിക്തന്മാരുടെ ആത്മാവാണ് വിളക്ക്. ആ ആത്മാവ് കത്തി തന്നെ നിൽക്കണം, അത് അണയാൻ പാടില്ല. അത് മക്കൾക്ക് പകരം, സ്തോത്രം, മക്കൾക്ക് അത് കൈമാറണം. ഹല്ലേലൂയ. ഒരു വിളക്ക് കത്തിച്ച് വീട്ടിലെ മേളിൽ വെക്കണം, താഴെ വയ്ക്കരുത്. ഒരു ലൈറ്റ് ഇട്ട് നോക്ക്, ചെറിയ പ്രാണികളെ പോലും കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിന്നിൽ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മക്കൾക്ക് കിട്ടണം. കിട്ടൂല എന്ന് പറയരുത്. പിന്നെ നമ്മൾ എന്തിനു പ്രസംഗിക്കുന്നേ? പിന്നെ നമ്മൾ എന്തിനു പ്രാർത്ഥിക്കുന്നേ? പിന്നെ നമ്മൾ എന്തിന് തെരുവോരങ്ങളിൽ നിന്നും സ്തോത്ര ഘോര യേശുവിൻ്റെ നാമം പ്രസംഗിച്ച് യൗവനക്കാരികളെ ബോധവൽക്കരണം ചെയ്യണത്? ആദ്യം നമ്മുടെ മക്കൾ. ഒരു വചനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തോടെ ഇരുന്ന് ധ്യാനിച്ച്, ആ വചന ധ്യാനത്തിൻ്റെ അകത്തിറങ്ങി നിന്റെ മക്കളെ പിടിക്കാൻ വരുന്ന സിംഹത്തെയും കരടിയെയും പോലുള്ള സ്പിരിറ്റുകളെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നീ വലിച്ചു കീറി നോക്ക്. തലമുറകൾക്ക് കൈമാറുന്ന അഭിഷേകം പകരും. ഹല്ലേലൂയ. തലമുറകൾക്ക് കൈമാറുന്ന അഭിഷേകം മാതാപിതാക്കളിൽ നിന്നും ദൈവം അവർക്ക് കൈമാറും. ഇത് നമ്മളെല്ലാപ്പോഴും അവന്മാരെ കണ്ട് അവരങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അവരെ പ്രാർത്ഥിക്കാൻ വന്നാൽ വരൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വിളക്കിനെ ഊതി അണയ്ക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഈ രണ്ട് വ്യക്തികളെക്കുറിച്ച്, രണ്ടും പ്രവാചകന്മാരാണ്, പഠിച്ചു നോക്ക്. ഈ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ വിളക്ക് കത്തണം. ഒലുവെണ്ണ, ഒലുവെക്ക, അത് ഇടിച്ച് എണ്ണയാക്കണം. കുടുംബത്തോടെ ഇരുന്ന് ഇടിക്കണം.
മോന്തക്കിടിക്കുന്ന കാര്യമല്ല. കുടുംബത്തോടെ ഇരുന്ന് ഹൃദയത്തിനകത്തുള്ള വൈരാഗ്യങ്ങൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, അങ്ങനെ സ്തോത്ര വൈരാഗ്യങ്ങളൊക്കെ ഇട്ടിച്ച് ദൂരെ കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറ, കർത്താവേ, എൻ്റെ മക്കളെ ഞാൻ നിൻ്റെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ തലമുറയെ നിനക്ക് പ്രയോജനമുള്ളതായി മാറ്റണം. ഞങ്ങൾ ഇന്ന് മുതൽ ഞങ്ങൾ അതിന് ഉപവസിച്ച് പ്രാർത്ഥിക്കും. സാത്താൻ്റെ തന്ത്രങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ച് ഈ തലമുറയെ നിനക്ക് വേണ്ടി പ്രവാചകന്മാരാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കും. വിശ്വസിക്കുക, മക്കളെ ശപിക്കല്ലേ. ഈ രണ്ട് പാഠവും നമുക്കൊരു ഓർമ്മയായിരിക്കണം. സാത്താൻ വിട്ട് കൊടുക്കരുത് നമ്മുടെ മക്കളെ. ഞാൻ ഇതിൽ കൂടി കേൾക്കുന്ന പാസ്റ്റേഴ്സിനോട് പറയേണ്ടത് അത് തന്നെയാണ്. ആഴ്ചയിൽ ഒരു ദിവസം മക്കൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കേ, കുടുംബത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കേ. സ്തോത്രം. യൂട്യൂബ് പ്രസംഗം വേണം, തിരുവോര പ്രസംഗം വേണം, സ്റ്റേജ് പ്രസംഗം വേണം. അത് കഴിഞ്ഞ് നീ വീട്ടിൽ പോകുമ്പോൾ നീ പ്രസംഗിച്ചതിൻ്റെ ആഴം അവിടെ കാണണം. എന്തുവാ? ക്രിസ്തുവിൻ്റെ സ്നേഹം കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. ഈ വാക്കുകളാൽ, വചനങ്ങളാൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, തലമുറയിൽ കൈമാറുന്ന അഭിഷേകം പാസ്റ്റേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഉണർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.